ദൈവമേ, വെള്ളാപ്പള്ളി സാറിന് ഈ അവാർഡ് കിട്ടിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് സാറിന്റെ പഴയ ഒരു ഡയലോഗാണ്. ഇതാ, നിങ്ങളൊന്ന് കേട്ട് നോക്കിക്കേ. ഒരു പത്മഭൂഷൺ വല്ല വിലയുണ്ടാണ്. അത് കാശ് കൊടുത്താൽ കിട്ടുന്ന സാമാനമായിട്ട് മാറിയില്ലേ? അതിനൊക്കെ അന്തം ഉണ്ടായിരുന്നു, കാലം ഉണ്ടായിരുന്നു. പത്മഭൂഷൺ ഏത് പട്ടിക്ക് വേണം? ഞാൻ തരാന്ന് പറഞ്ഞാൽ ഞാൻ മേടിക്കല്ല. ഞാൻ വല്ല അവാർഡ് മേടിച്ചാൽ നിങ്ങൾ കേൾക്കും. പല അവാർഡുകൾക്കും കരുന്നുണ്ട്. ഇവൻ ഇവിടെ നിന്ന് ജനിക്കേണ്ടവനേ അല്ല, പിന്നെ ജനിക്കേണ്ടവനേ അല്ല. ഇത്രയും ഡയലോഗ് പറഞ്ഞ ആൾക്ക് ഓത് നിറം മാറുന്ന പോലെയുള്ള ആ ഡയലോഗ് ദാ നിങ്ങളൊന്ന് കേട്ടേ. കാരണം എനിക്ക് അവാർഡുകൾ എനിക്ക് വലിയ താല്പര്യമില്ല എന്ന് പറയാൻ കാരണം, ഡൽഹി ബേസിസും അവിടുന്ന് ഇവിടുന്നും എല്ലാം ഡോക്ടറേറ്റ് തരാം, അവാർഡ് തരാം എന്നൊക്കെ പറഞ്ഞ ആളുകൾ വിളിക്കുകയും ക്ഷണിക്കുകയും മേടിക്കുകയും കൊടുക്കുകയും മേടിക്കുകയും ചെയ്യുന്ന ആളുകളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ അവാർഡുകളുടെ എല്ലാം നിലവാരം പലപ്പോഴും താഴ്ന്നു പോകുന്നുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് തണ്ടേ ഈ സീൻ ഓർമ്മ. കാശ് മാത്രമേ ഇവന്റെ ഉള്ളൂ, ബാക്കി എഡ്യൂക്കേഷൻ അടക്കം എല്ലാം പോക്കാ. അല്ല വാരമാഷേ, ഈ പത്മശ്രീ ഇങ്ങനെ തട്ടിപ്പീസായിട്ട് വാങ്ങണതും നേരായ മാർഗത്തിൽ കിട്ടണതും തമ്മിൽ കണ്ടാൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവോ? അതിപ്പോ അധ്വാനിക്കുന്നവന്റെ കയ്യിലായാലും മോഷ്ടാവിന്റെ കയ്യിലായാലും പണത്തിന് ഒരേ നിറവും രൂപമാണ്. പക്ഷെ ഒന്ന് മടിയിലിരിക്കുമ്പോ മനസ്സിന് സന്തോഷം ഉണ്ടാവും, മറ്റത് സൂക്ഷിക്കുന്ന നേരം മുഴുവൻ പേടി മാറില്ല. ഇത്രയും ലളിതായിട്ടേക്ക് പറഞ്ഞുതരാൻ കഴിയും.